നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ബഹുമാനി, കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു കാര്യം സൂചിപ്പിച്ചു. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, അതായത് ഹലാൽ ഫുഡ്, ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജാതീയമാണ്, വർഗീയതയാണ്, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടത് മാറ്റാൻ വേണ്ടി സമരം ചെയ്തു. ഹലാൽ എന്ന വാക്കിന് അറബി പദമാണ്, അർത്ഥം ശുദ്ധമായത്, അനുവദനീയമായത് എന്നൊക്കെ ഉള്ളൂ. വേറെ ഒരർത്ഥമില്ല, ഒരു ജാതി മതം ഒന്നുമില്ല, അറബി ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. അറബി ഭാഷ ശുദ്ധമായത്, അല്ലെങ്കിൽ അനുവദനീയമായത്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തത് എന്ന് നല്ലതെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആൾ, നോൺ മുസ്ലിം എന്നുള്ളൂ, വേറെ അതിനോ അർത്ഥമില്ല. അതേ സ്ഥാനത്ത് ബ്രാഹ്മിൻസ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത് പക്ക ജാതി എടുത്ത് കാണിക്കുന്നില്ലേ, പക്ക സവർണിസല്ലേ? അതിനെക്കുറിച്ചുകൂടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു കുഴപ്പമില്ലല്ലോ. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറ് ബ്രാഹ്മിൻസ്, അത് വെജിറ്റേറിയൻ ഹോട്ടൽ, ബ്രാഹ്മിൻസ് ഹോട്ടൽ, അതിനൊന്നും കൂടെ ആർക്കും കുഴപ്പമില്ല. അതിനേക്കാൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമുദായത്തിൽ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ, ചിലർ അഹങ്കാരം കൊണ്ടോ, അല്ല ചിലർ ധിക്കാരം കൊണ്ടോ, അല്ലെങ്കിൽ ഭൗതികത്തോട് കൂടുതൽ താല്പര്യമില്ലാത്ത ആത്മീയതയിലേക്ക് ചിന്തിക്കുന്നുണ്ടോ, ചില പ്രവൃത്തികളിലൊക്കെ ചില വീഴ്ചകളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്ര സ്വീകാര്യമല്ലാത്ത ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ചെറിയൊരു അംശം. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്നതും സാത്വികരായ മനുഷ്യരും മനുഷ്യസ്നേഹികളും സഹ അനുഭൂതിയുള്ളവരും സഹപ്രവർത്തകരായിട്ട് സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും അടിച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി ലോകത്ത് മൊത്തത്തിലും ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നിശബ്ദമായിട്ട് മാറിയുന്ന, അത് ഞങ്ങൾ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ ഷാഫി പറമ്പിലെ പോലുള്ളവരൊക്കെ രാഷ്ട്രീയം മാത്രം പറയുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ മൊയ്തീൻ ഷാ പോലുള്ളവർക്ക് മൊയ്തീൻ ഷാ ഗ്രൂപ്പിൽ കാണാൻ പറ്റില്ല, അത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അന്ന് അംബേദ്കറിനെ പോലെ ഒരു ബുദ്ധി രാക്ഷസൻ ഇന്ത്യയിൽ ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞതാണ്. മറ്റൊരു ആര്യഭട്ടയൊക്കെ ഉണ്ട്, അത് കണക്കിൽ മാത്രമാണ്. സാമാന്യ ബോധവുമുള്ള അറിവുള്ള ലോകപരിജ്ഞാനമുള്ള അംബേദ്കറെ പോലെ മറ്റ് അംബേദ്കർ ഇന്ത്യയിൽ ഇതുവരെ ജനിച്ചിട്ടില്ലതാണ് കണക്ക്. ആ അംബേദ്കർ വേണമെങ്കിൽ ഇവിടെ സവർണ ഫാസിസ്റ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിൻ്റെ കയ്യിൽ നിന്നോ ഇത് വാങ്ങിച്ചിട്ട് ഉന്നത കുലജാതരെ പോലെ ജീവിച്ച് മരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ മരിച്ചതെങ്കിൽ ആ മനുഷ്യൻ അതൊരു മണ്ണായി പോകും. ഇത് ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വർഗമായ ദളിതുകൾക്ക് വേണ്ടി വാദിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം ഒറ്റപ്പെട്ടെങ്കിൽ ആ വാദിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ അതുകൊണ്ട് മൊയ്തീൻ ഷാ വെച്ച് അംബേദ്കർ ആകാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ സമുദായത്തിൽ ചില കോണിൽ നിന്നും ബഹുമുഖ കോണിൽ നിന്നൊക്കെ വരുന്ന അനാവശ്യമായ വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളൊപ്പം തന്നെ സമുദായത്തെ അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടി വരും. ഞാനിത് പറയാൻ ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട 88% വരുന്ന ജനവിഭാഗങ്ങളെ ഈ ഷായിസം, അംബേദ്കറിസം പോലും ഷായിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഈ വരാൻ പോകുന്നത് ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും, ഇനിയിപ്പോൾ 25 വർഷം, 1/4 നൂറ്റാണ്ട്, ഈ 1/4 നൂറ്റാണ്ട് ലോകം വലിയ മാറ്റം വരുന്നൊരു സമയമാണ്. കാരണം നിങ്ങൾക്കറിയാം, ലോകം ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നത് 1939-45, ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നത് 1914-19, രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നത് 1939-45. അപ്പോൾ 45 ശേഷം കൊല്ലത്തെ വർഷം ഇപ്പോൾ 55-75, 80 വർഷമായി. ഈ 80 വർഷം ഉണ്ടായ പുരോഗതിയും ലോകം ഉണ്ടായിട്ട് 1945 വരെയുള്ള പുരോഗതി നമ്മൾ താരതമ്യം ചെയ്താൽ അതിനേക്കാൾക്ക് എത്രയോ ഇരട്ടി പുരോഗതി ഈ ലോകത്ത് ഉണ്ടായതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഒരു 25 വർഷം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ചൊക്കെ ആദ്യം നിർണായകമാണ്. ഭൂമി ഉണ്ടാകുന്നതിന് സംശയമാണ്. പക്ഷെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഈ സംവരണം എന്ന് വെച്ചാൽ അർഹത ഉണ്ടായിട്ടും സാഹചര്യം കിട്ടാത്തതിൻ്റെ പേരിൽ അകന്നു പോകുന്ന, പാർശ്വവൽക്കരിച്ച് പോകുന്ന
പാവപ്പെട്ടവരെയും പിന്നോക്കരെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് സംവരണം എന്നിട്ട്. വേറെ ഉദ്യോഗം മാത്രമല്ല അത്. ഉദ്യോഗം ഭരണസ്ഥിരാക്കുക എന്തെങ്കിൽ കയറിക്കൂടാൻ വഴി കൂടിയാണ്. സമ്പത്ത് സമ്പാദിക്കുക മാത്രമാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ലോൺ കൊടുത്താൽ പോരെ, ജോലി കൊടുക്കണം. ജോലി കൊടുക്കുന്നത് ഭരണകൂടത്തിൽ ഇവിടെ ബാധ്യത ഉണ്ടാകണം. പക്ഷെ അങ്ങനെയുള്ള സംവരണം ഇന്ത്യയിൽ ഇല്ലാതെയാകാൻ പോകുന്നത്. അതുകൊണ്ട് വാദിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒന്നാമത് ഡിപ്പാർട്ട്മെന്റ് ടെലികമ്മ്യൂണിക്കേഷൻ ഇത്രയും ലാഭത്തിൽ പോയി ഇത്രയും പ്രവർത്തന മൂല്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേറില്ല. ആ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ടാറ്റഡയിലായി. ഇപ്പം ഞാൻ അയ്യപ്പാക്കും എക്സൈറ്റ് ടെലിഫോൺ വെച്ച് ഉറങ്ങി കിടക്കുന്നത് അതെല്ലാം പെയിന്റ് ചെയ്ത് നന്നാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ടാറ്റ കൊടുത്ത് അവരെല്ലാം നന്നാക്കാട്. എത്ര 1000 കോടി രൂപയാണ്. ടാറ്റ ഏതായാലും മനുഷ്യനാണല്ലോ, ഒരു ഭൂഷി അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരനാണല്ലോ ടാറ്റ കൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ സർക്കാർ മേഖലയിൽ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ സംവരണം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സർക്കാർ മേഖല ജോലിയില്ല. അത് പറഞ്ഞാൽ വലിയൊരു സംഭവമുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഭാഗികമായിട്ട് VP സിംഗ് പറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്ത നേതാവാണ് ഈ ആം ആദ്മി പാർട്ടിയാണ്. ഒന്നാമത്തെ സമരമാണ്, ഒന്നാം സംഘി പരിഹാരമാണ്. അപ്പം അവർ പറഞ്ഞൊരു പോയിന്റ്, ഭാവിയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തു പറയും. ആ സമരം ചെയ്തപ്പോൾ അവർ വേറൊരു കാര്യം പറഞ്ഞത്, അതായത് ബുദ്ധിയുള്ള, കഴിവുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഉന്നത കുല ജാതരായാണ് സമരം ചെയ്തിരിക്കുന്നത്. ആ സമരത്തെ അടിച്ചൊതുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ പട്ടാളക്കും സാധിക്കില്ല എന്ന് പറഞ്ഞാണ് ഒരു പരിധി വരെ അവരൊക്കെ തുറന്നു വിട്ടത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, അങ്ങനെ അറിവുള്ള പാകതയുള്ള സവർണ സമ്പന്ന വിഭാഗം സമരം ചെയ്തിട്ട് അവരെ ഒതുക്കാൻ മാത്രം നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോലീസ് കഴിവില്ല എന്നല്ല, ശക്തി പോരാ എന്ന് പറഞ്ഞപ്പോഴേ അപ്പം ഞങ്ങൾ മറുചോദ്യം ചോദിച്ചു. കേട്ടത് എന്തറിയോ, അങ്ങനെയെങ്കിൽ കേവലം 15%, 12% ഉള്ളൂ, 15 കൂട്ടി 15. അപ്പോൾ ബാക്കി 85% വിവരമില്ലാത്ത, അക്ഷാഭ്യാസമില്ലാത്ത, സമ്പത്തില്ലാത്ത, പിന്നോക്കനായ, ദളിതനായ, കറുത്തവർഗക്കാരായ ഈ വിഭാഗം തെരുവിലിറങ്ങിയാൽ ഏത് പട്ടാളത്തിനും പിടിച്ചു നിർത്താൻ പറ്റും? ആ ചോദ്യത്തിന് മുമ്പിലാണ് മുട്ടുകുത്തിയത്. ആവശ്യത്തെക്കൂടെ ഇവിടെ വിഷയം നമ്മുടെ അതല്ല. നമ്മൾ പറഞ്ഞത് അങ്ങനെ സവധി ഇല്ലാതെ വരുമ്പോൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി കിട്ടും. മെറിറ്റ് പിന്നെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം. അതാ പറഞ്ഞ കുഞ്ഞുമക്കളെ, എൻ്റെ സംഭാഷണം കേൾക്കുന്ന ഒരു 20 വയസ്സിൽ താഴെയുള്ള കൊച്ചുമക്കളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടുമെങ്കിൽ, ഇത് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോട്ടെ, ജോലി മറ്റുള്ള കിട്ടും പോലെ തുല്യത കിട്ടുമെങ്കിൽ നമുക്ക് സഹിക്കാം. പക്ഷേ സഹിക്കാൻ പാടുള്ളത് അങ്ങനെ കഴിവുണ്ടായിട്ടും പിന്നോക്കിലാണെന്ന പേരിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വരും ഇന്ത്യയിൽ. മൊയ്തീൻ്റെ 25 വർഷം മുമ്പ് പറയണം, മൊയ്തീൻ ഷാ പറയണം, ഇത് മുമ്പ് പറഞ്ഞ് പല കാര്യങ്ങളും 25-30 വർഷം നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വിഭാഗം ഉണ്ടാവില്ല. അത്ര കണ്ട് സവർണ ഫാസിസം ഇതിനെല്ലാം ഒതുക്കി നിർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാത്രി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി തന്നെ വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. എന്താ നമ്മൾ പറയുന്നത്? എന്താ നടക്കുന്നത്? എന്താണ് ജനാധിപത്യം? ജനാധിപത്യത്തിൽ വോട്ടിംഗ് സമ്പ്രദായം, അതിൽ വിശ്വാസ്യത ഇല്ലാതെ വന്നാൽ ഇല്ലെന്നൊരു സംശയം പോലും വരാൻ പാടില്ല. അപ്പോൾ ജനാധിപത്യത്തിന്റെ വില പോയി. അതിപ്പോൾ കണ്ടില്ലേ, രാത്രി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നു. സുപ്രീം കോടതി മനസ്സോ അറിയാതെ അത് വഴങ്ങിപ്പോകുന്നു. എവിടെ എത്തി നമ്മുടെ? അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിന് വേണ്ടിയോ മതേതരത്തിന് വേണ്ടിയോ വാദിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു സംഘടന ഉണ്ടാകില്ല, ഒരു